നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ നോക്കാം. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണം 359. വിദേശികളടക്കം 1600-ലേറെ പേർക്കായി തെരച്ചിൽ. കാണാതായവരിൽ 288 ഇന്ത്യക്കാരെന്ന് വിദേശകാര്യ മന്ത്രാലയം. കോസി തൃശൂലി നദികൾ കുത്തിയൊലിച്ച പ്രദേശം മണ്ണിനടിയിൽ. ദുരന്ത കാരണം ഹിമതടാക സ്ഫോടനം തന്നെയെന്ന് വിദഗ്ധർ. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ കഴിഞ്ഞതായി നോർക്ക റൂട്ട്സ്. സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമം തുടരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് യാത്ര ചെയ്ത 36 പേരടങ്ങുന്ന സംഘത്തിനും കോട്ടയത്ത് നിന്നുള്ള 16 പേരുടെ സംഘത്തിനും പ്രശ്നങ്ങളില്ലെന്നും CEO രാജേഷ് മാധവൻ. രക്ഷകരായി ഇന്ത്യ. ആശ്വാസ സാമഗ്രികളുമായി 2ാം വ്യോമസേനാ വിമാനവും നേപ്പാളിൽ. ജാഗരൂകമായി ഇന്ത്യൻ എംബസി. $5 ലക്ഷം സഹായം പ്രഖ്യാപിച്ച അമേരിക്ക. ദുരന്ത നിവാരണ ഉപദേഷ്ടാവിനെയും അയക്കും. സഹായവുമായി മറ്റ് ലോകരാജ്യങ്ങളും. കാൺപൂരിൽ പരിശീലന വിമാനം തകർന്ന് 2 മരണം. പരിശീലകനും ട്രെയിനി പൈലറ്റും ഇറ്റാലിയൻ നിർമ്മിത വിമാനം വീണത് ഗംഗാതീരത്ത്. DGCA അന്വേഷണം തുടങ്ങി. ടോക്സിക്കിൽ തുടരുന്നു വിവാദം. സംവിധായക ഗീതു മോഹൻദാസിനെതിരെ രൂപേഷ് പീതാംബരനും നിതിൻ രഞ്ജി പണിക്കരും. കസബ ഇപ്പോൾ ഗീതുവിന് ടോക്സിക് അല്ലേ എന്ന് രൂപേഷിന്റെ ചോദ്യം. കസബയുടെ പോസ്റ്റർ പങ്കുവച്ച നിതിൻ. ഷെയർ ചെയ്തത് നായികയുടെ കയ്യിൽ മമ്മൂട്ടി ചുംബിക്കുന്ന രംഗത്തിന്റെ ചിത്രം. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ മനം നൊന്ത് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മരിച്ചത് മലപ്പുറം കീഴ്ശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്ത്. ആത്മഹത്യാക്കുറിപ്പിൽ മോട്ടോർ വാഹന വകുപ്പിനെതിരെ ഗുരുതരാരോപണങ്ങൾ. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഗതാഗത സെക്രട്ടറിക്ക് നിർദ്ദേശം. ഓണനാളിലും സംസ്ഥാനത്ത് അപകടങ്ങൾക്ക് കുറവില്ല. പാലക്കാട് കല്ലടിക്കോട് ലോറികൾ കൂട്ടിയിടിച്ച് തീപിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. പരിക്കേറ്റ ആൾ ചികിത്സയിൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ താക്കോലൂരുന്നതിനിടെ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞ് യുവാവ് മരിച്ചു. ഇടുക്കി ഉപ്പുതോട്ടിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞു മരണമുണ്ടായി. കൂത്താട്ടുകുളത്ത് വിവാഹ സംഘം സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 25ഓളം പേർക്ക് പരിക്ക്. ഇലവിഴ പുഞ്ചറയിൽ ടൂറിസ്റ്റ് വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു. 13 അംഗ സംഘം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. മൂന്നാം ഓണവും ഗംഭീരമാക്കി മലയാളികൾ. വിവിധയിടങ്ങളിൽ കലാപരിപാടികൾ തുടരുന്നു. വണ്ടൂരിനെ ആവേശത്തിലാക്കി വണ്ടിപ്പൂട്ട് മത്സരം. പല്ലശനയിൽ അവിട്ടത്തല്ല്. നാളെ ചതയം. ശ്രീനാരായണ ഗുരു ജയന്തിക്ക് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും വിപുലമായ പരിപാടികൾ. തമിഴ്നാട്ടിലെ ഗൂഡല്ലൂരിൽ ഇന്നും നാളെയുമായി 48 മണിക്കൂർ പണിമുടക്ക്. ഗൂഡല്ലൂർ വഴി യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം കളക്ടർ. നിരവധി വാഹനങ്ങൾ ചുരത്തിൽപ്പെട്ടു. ഓണയാത്രയ്ക്കെത്തിയവരെ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞതായും റിപ്പോർട്ട്. പണിമുടക്ക് വന്യമൃഗശല്യം വർദ്ധിക്കുന്നതിനെതിരെ. ദുഃഖമുണ്ടാക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും വരുന്നത്. നേപ്പാൾ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ടാണ് മരണം 359 എത്തിയിരിക്കുന്നു. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ നിരവധി മലയാളികളും കുടുങ്ങിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 36 അംഗ വിനോദസഞ്ചാര സംഘം സുരക്ഷിതരാണെന്നാണ് മനസ്സിലാക്കുന്നത്. മരുന്നുകളടക്കം 10 ടൺ രക്ഷാസാമഗ്രികൾ ഇന്ത്യ നേപ്പാളിലേക്ക് അയച്ചു. നദിയിലുണ്ടായ വെള്ളപ്പൊക്കം കാരണം നിരവധി വാഹനങ്ങൾ കാഠ്മണ്ഡുവിൽ നിന്നും പൊഖ്രാനിലേക്ക് പോകുന്ന വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ ഇന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഏകദേശം 1.5 മണിക്കൂറുമായി ഇവിടെ കിടക്കുകയാണ്. ഈ റസ്വ ജില്ലയിലുണ്ടായ ഈ ആക്സിഡന്റിൽ ഈ വെള്ളപ്പൊക്കത്തിൽ കുറേ വാഹനങ്ങൾ ഒഴിച്ചു പോയിട്ടുണ്ട്, കുറേ വീടുകൾ ഒഴിച്ചു പോയിട്ടുണ്ട്. എത്രയാണ് കാഷ്വാലിറ്റി എത്രയാണെന്നുള്ള കാര്യം ഇതുവരെ അധികൃതർ തിട്ടപ്പെടുത്തിയിട്ടില്ല. ജനങ്ങൾ പറയുന്നത് കുറേ വാഹനങ്ങൾ പോയിട്ടുണ്ട്, കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ റോഡ് ഏകദേശം 2 മണിക്കൂറോളായി റോഡ് ബ്ലോക്കായി കിടക്കുകയാണ്. എപ്പോഴാണ് ഇവിടുന്ന് റിലീസാകാൻ പറ്റുമെന്നുള്ള കാര്യം വ്യക്തതയില്ല. നേപ്പാൾ പോലീസ് അവരുടെ എക്സ് പേജിൽ പങ്കുവച്ച ഭീതിജനകമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഈ കാണുന്നത്.
മനു പെടുത്തുണ്ട് വിശദാംശങ്ങളുമായി. മനു, ഓരോ നിമിഷവും ഈ മരണസംഖ്യ കൂടുന്ന സാഹചര്യം, അത് ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണോ? പ്രത്യേകിച്ച് മലയാളികളുടെ കണക്കുകൾ, ഇന്ത്യക്കാരുടെ കണക്കുകൾ ഉൾപ്പെടെ കുറച്ചധികം ഭയപ്പെടുത്തുന്നതാണോ കാര്യങ്ങൾ? അവർ സുരക്ഷിതരാണോ? ഇപ്പോൾ ഈ കൊച്ചിയിലുള്ള 36 അംഗ സംഘം സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കുമ്പോൾ ബാക്കി ആളുകളുടെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം, സ്ഥിതി എങ്ങനെയാണ് നീങ്ങുന്നത്? ഹരി, കേരളത്തിൽ നിന്ന് പോയവർ ഏറെക്കുറെ സുരക്ഷിതരാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ചില സംഘങ്ങളുമായൊക്കെ ആശയവിനിമയം നടത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരെല്ലാം സുരക്ഷിതരാണ് എന്നത് ഒരല്പം ആശ്വാസം നൽകുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള മാനസരോവർ യാത്രാ സംഘത്തിലെ ആളുകളും ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ടെങ്കിലും അവരും സുരക്ഷിതരാണ് എന്ന വിവരം ലഭിക്കുന്നു. പക്ഷേ മരണസംഖ്യ കുത്തനെ ഉയരുന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നു. 350 കടന്ന് 359 എത്തുന്നു. 1600-ഓളം ആളുകളെ കാണാനില്ല. നേപ്പാളിലും അതുപോലെ ഈ ചൈനീസ് നിയന്ത്രണത്തിലുള്ള ടിബറ്റിൻ്റെ മേഖലകളിലും ആളുകളെ കാണാനില്ല. ചൈനീസ് നിയന്ത്രണ മേഖല, ഈ ടിബറ്റ് മേഖലകളിൽ 500-ലധികം ആളുകളെ കാണാനില്ല. നേപ്പാളിൽ 1200-ഓളം ആളുകളെ കാണാനില്ല. അങ്ങനെ 1800-ഓളം ആളുകൾ മിസ്സിംഗ് ആണ് എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത്. നേപ്പാളിലെ ഈ ബഡേകോശി നദി, അതിൻ്റെ വെള്ളം കരകവിഞ്ഞൊഴുകുന്നു. അവിടെ വലിയ തോതിലുള്ള നാശനഷ്ടം, ആളപായത്തിനോടൊപ്പം നാശനഷ്ടവും ഉണ്ടായി എന്നതാണ് ഈ രക്ഷാപ്രവർത്തനത്തെയൊക്കെ, ദൗത്യസംഘത്തിനെയൊക്കെ ഒരു ശ്രമകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായി മാറുകയാണ്. മണ്ണും ചെളിയും ഒലിച്ചിറങ്ങുന്നത് പലയിടങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ഏതായാലും ഇത്തരമൊരു ഘട്ടത്തിൽ വിവിധ രാജ്യങ്ങൾ വലിയ പിന്തുണ നേപ്പാളിന് നൽകുമ്പോൾ അതിൽ മുൻപന്തിയിൽ ഇന്ത്യ തന്നെ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ രണ്ടാമത്തെ വിമാനവും അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഹരി സൂചിപ്പിച്ച പോലെ 10 ടൺ ആണ് പോയതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പോയിട്ടുള്ളത് 37 ടൺ സാമഗ്രികളാണ്. അതായത് പുതപ്പ്, മരുന്ന്, അവശ്യ സാധനങ്ങൾ, അതുപോലെ പെട്ടെന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ടെൻറ്റുകൾ, അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ എന്തൊക്കെ അടിയന്തരമായി ആവശ്യമാണോ അത്തരം ആവശ്യങ്ങളെല്ലാം ഇന്ത്യൻ എയർഫോഴ്സ് വിമാനം അങ്ങോട്ടേക്ക് എത്തിക്കുന്നു എന്നതാണ് അതിലൊരു പ്രധാന കാര്യം. അമേരിക്ക അതുപോലെ മറ്റ് പല രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒപ്പം WHO, റെഡ് ക്രിസൻറ്റ് തുടങ്ങിയ എല്ലാ സന്നദ്ധ സംഘടനകളും ഒക്കെ ഈ സേവന പ്രവർത്തനങ്ങളുമായി വന്നിട്ടുണ്ട്. വേൾഡ് ബാങ്ക്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എല്ലാവരും പിന്തുണ നേപ്പാളിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിലൂടെ നേപ്പാൾ കടന്നു പോകുന്നു. ഇന്ത്യയിലും വലിയ തോതിൽ ഗൗരവത്തോടെ ഇത് നിരീക്ഷിക്കുന്നു. നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ നേതൃത്വത്തിൽ നമ്മളിന്ന് അവലോകന യോഗം ചേർന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാളിലെ ഭരണകർത്താക്കളുമായി നിരന്തരം സംവദിക്കുന്നുണ്ട്, ആവശ്യമായ എല്ലാ പിന്തുണകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒപ്പം അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരുടെ വിവരങ്ങൾ ഇന്ത്യൻ കേന്ദ്രങ്ങളിൽ നിന്ന് അന്വേഷിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ നേപ്പാളിലെ പ്രശ്നം നമ്മുടെ ബീഹാറിനെയും അതുപോലെ ഉത്തർപ്രദേശിലുമൊക്കെ ജലനിരപ്പ് ഉയരുന്നതിന് വഴിവെക്കും എന്ന് അവർ മുൻകൂട്ടി കണ്ടുകൊണ്ട് ദുരന്ത നിവാരണ സേനയുടെ വലിയ സംഘത്തെ അവിടെയെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തിനെയും നേരിടാൻ ഇന്ത്യ ഒരുങ്ങി നിൽക്കുന്നു. അമിത്ഷാ ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി നേരിട്ട് കാര്യങ്ങൾ സംവദിച്ച് നിരീക്ഷണം നടത്തുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇന്ത്യ ഈ നേപ്പാളിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഇന്ത്യയിലെ എത്തുന്ന നദികൾ, പ്രത്യേകിച്ച് ഈ തൃശ്ശൂലി നദിയൊക്കെ ഇന്ത്യയിലെത്തി നാരായണിയുമായൊക്കെ ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജലനിരപ്പ് ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഗാൻടക് നദിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒക്കെ പരിഹരിക്കുന്നതിന്, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കാതിരിക്കുന്നതിനായുള്ള റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യ നടത്തുകയും ചെയ്യുകയാണ്. ഏതായാലും നേപ്പാൾ ഒരു വലിയ ദുഃഖം ആയി നമുക്ക് അവശേഷിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക വലിയ തോതിൽ പടരുകയാണ്. നേപ്പാളീസ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട്, ബലൻഷ്യ തന്നെ നേരിട്ട് പല കേന്ദ്രങ്ങളിലെത്തി രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക വലിയ തോതിൽ പടരുകയാണ്. ഹരി, ആശങ്ക ഉയരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇന്ത്യ രണ്ടാം ഘട്ടത്തിലും മരുന്നുകൾ കയറ്റി വച്ചിരിക്കുന്ന സാഹചര്യം, അതിൽ പുതുപ്പുകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ആവശ്യമായ ഘടകങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, അതിൽ മലയാളികൾ സുരക്ഷിതരാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നിലവിൽ നീങ്ങുന്നത്. മനു ഭരത്താണ് ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. നേപ്പാളിൽ 288 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശ്ശൂലി
വൻ പവർ പ്രോജക്റ്റിൽ ജോലി ചെയ്യുന്നവർ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒന്നിലധികം ഗ്രൂപ്പുകൾ, കേരളത്തിൽ നിന്നുള്ള ഒരു സംഘം, വ്യത്യസ്ത ടൂർ ഓപ്പറേറ്റർമാർ വഴി യാത്ര ചെയ്ത ഇന്ത്യക്കാർ എന്നിവരും ഉൾപ്പെടുന്നു. ചൈനീസ് നിയന്ത്രിത പ്രദേശത്ത് 150 ഇന്ത്യൻ പൗരന്മാരെ കാണാതായിട്ടുണ്ട്. അതേസമയം 200 ഇന്ത്യൻ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ സഹായം തേടി ഇവർ സുരക്ഷിതരാണ്. 95 പേർ ഡാർഷനിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. So the first group of 73 people who are working on Trishuli 1 power project, then 2 separate groups of 37 and 49 nationals from Tamil Nadu, Indian nationals from Tamil Nadu, who travelled for Kailash Mansarovar Yatra through Samrat and Fly Everest Travels. These are 2 separate travel agents. Then a group of 32 nationals from Indian nationals from West Bengal who travelled with the help of Samrat Travels in Timure, which is in Rasuwa district where this particular disaster has happened. Then a group of 61 Indian nationals from different states who travelled through Richa Tours, and then a group of 33 Indian nationals from Kerala. So these are 5 major groups who comprise by and large the 288 people that we are talking about. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തെ തുടർന്ന് വിവിധ ഹെൽപ്പ് ലൈനുകളിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 53 കേരളീയരെ കണ്ടെത്താൻ കഴിഞ്ഞതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചു. അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുമായി സംസ്ഥാന സർക്കാർ വിവിധ തലങ്ങളിൽ ഏകോപിതമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. കാഞ്ഞങ്ങാട് നിന്ന് യാത്ര ചെയ്ത 36 പേരടങ്ങുന്ന സംഘവും കോട്ടയത്ത് നിന്നുള്ള 16 പേരുടെ സംഘത്തിനും പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമായ പിന്തുണയാണ് ഇന്ത്യ നൽകുന്നത്. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യൻ വ്യോമസേന C-17 നേപ്പാളിൽ എത്തി. നേരത്തെ IFC 130 ജെ ഹെർക്കുലീസ് വിമാനം നേപ്പാളിലേക്ക് മരുന്നുകളും ജനറേറ്ററുകളും ഉൾപ്പെടെ ഏകദേശം 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ചിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സഹായത്തോടെ ഹിൻഡൻ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് വിമാനങ്ങൾ യാത്ര തിരിച്ചത്. കാൺപൂരിലെ നഥഗേര ഗംഗ ബാരേജിന് സമീപം സ്വകാര്യ വിമാനം തകർന്നു വീണ് 2 പേർ മരിച്ചു. ട്രെയിനി പൈലറ്റ് അഭിഷേക് പൂജാരിയും പരിശീലകൻ സച്ചിൻ ഭാട്ടിയുമാണ് മരിച്ചത്. ലോക്കൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് സ്കൂളായി പ്രവർത്തിക്കുന്ന ഗാർഗ് ഏവിയേഷന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വിമാനം. അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. സംഭവം DGCA അന്വേഷിക്കുന്നുണ്ട്. വിമാനം പറപ്പിക്കുന്നതിൽ 3000 മണിക്കൂറിലധികം പരിചയം നേടിയ ഗുജറാത്ത് സ്വദേശിയാണ് സച്ചിൻ ഭാട്ടിയ. അഭിഷേക് പൂജാരി കർണാടക സ്വദേശിയാണ്. വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ MVDക്കെതിരെ ഗുരുതരാരോപണങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ഡ്രൈവർ ജീവനൊടുക്കി. മലപ്പുറം കിഴിശ്ശേരി മുണ്ടംപറമ്പ് സ്വദേശി ഷൗക്കത്താണ് മരിച്ചത്. ഓട്ടോയുടെ ഫിറ്റ്നസിനായി ഏജന്റ് വഴി അല്ലാതെ നേരിട്ട് MVDയെ ബന്ധപ്പെട്ടപ്പോൾ നിരന്തരം ഫിറ്റ്നസ് നിഷേധിച്ചെന്ന് മരണക്കുറിപ്പിൽ. തന്റെ മരണത്തിന് ഉത്തരവാദി മോട്ടോർ വാഹന വകുപ്പെന്ന് ആരോപണം. കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്തപ്പം ഉള്ളതന്നെ ഉള്ളൂ, ഇപ്പോഴും പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും പിൻവാതിൽ കൂടെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ മുമ്പ് എന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി ഇങ്ങനത്തെ ഒരു ഗതി ആർക്കും വരരുതെന്ന് ആണ് ഇപ്പോൾ പറഞ്ഞത്. പോസ്റ്റൽ ഏരിയയാണ്. അത് ഇവന്റെ FP പോസ്റ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ സമാനമായ ഒട്ടനവധി ഓട്ടോകൾക്ക്, അതായത് ഏജന്റുമാർ മുഖേന അപ്ലൈ ചെയ്തിട്ടുള്ള ഒട്ടനവധി ഓട്ടോകൾക്ക് ഇങ്ങനെ പെർമിഷൻ കൊടുത്തതായിട്ട് അവൻ അതിന്റെ നമ്പർ ഉൾപ്പെടെ ഇതിൽ അവന്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാലക്കാട് കല്ലടിക്കോട് ലോറികൾ കൂട്ടിയിടിച്ച് ഡ്രൈവർ മരിച്ചു. ശ്രീകൃഷ്ണപുരം ആറ്റാശ്ശേരി സ്വദേശി നസറുദ്ദീൻ CP ആണ് മരിച്ചത്. അപകടത്തിൽ 2 ലോറിയും തീപിടിച്ചു. പരിക്കേറ്റ മറ്റൊരാളെ ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കുളത്തുപുഴയിൽ ജീപ്പിന്റെ താക്കോൽ ഊരാൻ ശ്രമിക്കവേ വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. ജീപ്പ് നിർത്താൻ ശ്രമിക്കവെയാണ് അപകടം. വില്ലുമല സ്വദേശി സജിയാണ് മരിച്ചത്.
കൂത്താട്ടുകുളം കാക്കൂരിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടം 25 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. കാലടിയിൽ നിന്നും ഇലഞ്ഞിയിലേക്ക് വന്ന വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളുമടക്കം ബസ്സിൽ ഉണ്ടായിരുന്നു. പരിക്കേറ്റവരെ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുചക്ര വാഹനക്കാരനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് ബസ് മറിഞ്ഞത്. ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള വിനോദസഞ്ചാര യാത്രയ്ക്കിടെ വാഹനം തീപിടിച്ച് പൂർണ്ണമായും കത്തിയമർന്നു. കുന്നംകുളം സ്വദേശിയായ 12 വിനോദസഞ്ചാരികളും ഡ്രൈവറും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപമായിരുന്നു സംഭവം. 17 സീറ്റുള്ള വാഹനത്തിലാണ് കുന്നംകുളത്ത് നിന്നുള്ള സംഘം യാത്ര തിരിച്ചത്. പഴുത്തേടം വെള്ളച്ചാട്ടത്തിന് സമീപം ഫോട്ടോ എടുക്കുന്നതിനായി വാഹനം ഒതുക്കി നിർത്തിയപ്പോഴാണ് ബോണറ്റിൽ നിന്നും പുക ഉയർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇടുക്കിയിൽ പൂപ്പാറ തലക്കുളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ബോഡിനായക്കൂർ സ്വദേശി മരിച്ചു. ബോഡിനായക്കന്നൂർ സ്വദേശി ഒച്ചുതേവറാണ് മരിച്ചത്. മകളുടെ തോട്ടത്തിൽ വെച്ച് രാവിലെയാണ് ഇയാളെ കാട്ടാന ആക്രമിച്ചത്. പ്രദേശത്ത് കനത്ത മഞ്ഞുണ്ടായിരുന്നതിനാൽ തോട്ടത്തിൽ ആന നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. തോട്ടത്തിലേക്ക് ഇറങ്ങിയ ഒച്ചുതേവരെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. അവിട്ടം നാൾ ആഘോഷമാക്കി മലയാളികൾ. തൃശൂർ നഗരത്തിൽ കുമ്മാട്ടിക്കളിയെങ്കിൽ മലപ്പുറം വണ്ടൂർ കൂരാട് പണപ്പൊയിലിൽ വണ്ടിപ്പൂട്ട് മത്സരമായിരുന്നു. ഓണപ്പൂട്ട് വണ്ടിപ്പൂട്ട് എന്ന പേരിൽ നടന്ന മത്സരത്തിൽ നിരവധി ഓഫ് റോഡ് വാഹനങ്ങൾ പങ്കെടുത്തു. വണ്ടൂർ കൂരാട് പണപ്പൊയിലാണ് ഇന്ന് വണ്ടിപ്പൂട്ട് മത്സരം നടക്കുന്നത്. മുൻപ് കാളപൂട്ട് നടന്നിരുന്ന കണ്ടമാണിത്. ഇവിടെയാണ് ഈ വണ്ടിപ്പൂട്ട് നടക്കുന്നത്. 3 കാറ്റഗറികളിലായിട്ട് 70-ലേറെ ഓഫ് റോഡ് വാഹനങ്ങളാണ് ഈ ഒരു വണ്ടിപ്പൂട്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ടർബോ, നോൺ ടർബോ, അതേപോലെ വനിതകൾക്കായിട്ടുള്ള ഓഫ് റോഡ്, അങ്ങനെ 3 ഇനങ്ങളിലായിട്ട് 70ഓളം ഓഫ് റോഡ് വാഹനങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. വലിയ ആവേശമാണ് നമുക്കിവിടെ രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ദൂരെ നിന്നുള്ള ഓഫ് റോഡേഴ്സും പ്രദേശവാസികളും ഒക്കെ ആയിട്ട് 100 കണക്കിന് ആളുകളാണ്, പ്രത്യേകിച്ച് വനിതകളുടെ ഒരു സാന്നിധ്യം അവിടെ എടുത്തു പറയുന്നത്. 100 വനിതകളാണ് ഈ ഒരു കാഴ്ച കാണാൻ, ഈ ഒരു ഓഫ് റോഡിൻ്റെ ആവേശം പങ്കുവെക്കാനൊക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നൊരു എടുത്തു പറയണം. മാത്രമല്ല വനിതകളുടെ ഓഫ് റോഡിങ്ങും ഈ ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതൊരു വലിയ ഉദ്ദേശമാണ് ഈ ഒരു വണ്ടിപ്പൂട്ട് മത്സരത്തിൻ്റെ പിന്നിൽ ഉള്ളത്. ഇവിടെ ഒരു ഗ്രൗണ്ട് നിർമ്മിക്കാൻ, നാടിനായിട്ടൊരു ഗ്രൗണ്ട് നിർമ്മിക്കാനായിട്ടാണ് ഇത്തരത്തിലൊരു വണ്ടിപ്പൂട്ട് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. നിലമ്പൂർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഓഫ് റോഡേഴ്സിൻ്റെ സംഘമാണ്, ഈ ഒരു വൈൽഡ് വീൽസ് എന്ന ഓഫ് റോഡേഴ്സിൻ്റെ സംഘമാണ് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളത്. ഒപ്പം ഈ നാട്ടിലെ തന്നെ പണപ്പൊയിലെ തന്നെ പ്രിയദർശിനി ക്ലബ്ബും ചേർന്നാണ് ഈ ഒരു മത്സരം സംഘടിപ്പിക്കുന്നത്. അവരുടെ വലിയ ലക്ഷ്യം ഈ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് കാളപൂട്ട് കണ്ടത്. നമ്മൾ പാടത്തൊക്കെ ഒരുപാട് ഇത്തരം സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷേ കാളപൂട്ട് കണ്ടതിനായിട്ട് വിട്ടു നൽകുക, അതിൽ മണലും മറ്റുള്ള സംഗതികളൊക്കെയാണ്. അപ്പോൾ ടാസ്കുകൾ കൂട്ടിയിട്ട് ട്രാക്ക് സെറ്റ് ചെയ്തു. ഏറ്റവും കുറഞ്ഞ രീതിയിൽ മൈക്രോ പോയിന്റ് സെക്കൻഡുകൾക്ക് ഫിനിഷ് ചെയ്യുന്ന ആളുകൾ എല്ലാ ടാസ്കുകളും പൂർത്തീകരിച്ച് മൈനസുകളില്ലാതെ, പോയിന്റുകൾ നഷ്ടപ്പെടാതെ ഫിനിഷ് ചെയ്യുന്ന ആളുകൾ വിന്നറാകും. പഴയ കാലത്ത്, പുരാതന കാലത്തെ കാളപൂട്ടിൻ്റെ ഒരു പതിപ്പാണ്, പുതിയ ജെൻസ് പതിപ്പാണ് ഈ പരിപാടി. കാളക്ക് പകരം വണ്ടിയാണ് ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്ന വിജയികൾ തീരുമാനിക്കുന്നത്. ഈ നാടിന് സ്വന്തമായിട്ടൊരു കളി മുറ്റം തയ്യാറാക്കാനുള്ളതാണ്. നാടിൻ്റെ ഗ്രൗണ്ട് അതിനുള്ള ഫണ്ടിന് ശേഖരണം അതിനൊന്നും ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്തൊരു LP സ്കൂളുണ്ട്. അവിടെ കുട്ടികൾ കളിക്കാനുള്ള ഗ്രൗണ്ട് സൗകര്യം കുറവാണ്. പുതിയ ബിൽഡിങ്സ് ഒക്കെ വന്നപ്പോൾ പഴയ ഗ്രൗണ്ട് സ്വാഭാവികമായിട്ടും മാറിപ്പോയി. അപ്പോൾ അതിനു വേണ്ടി ക്ലബിൻ്റെ പേരിൽ ഗ്രൗണ്ട് വാങ്ങിയിട്ട് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫണ്ട് സമാഹരണത്തിൻ്റെ ഉദ്ദേശം. രാവിലെ തുടങ്ങിയ മത്സരം 10 മണിയോടെയാണ് ആരംഭിച്ചത്. തുടങ്ങി വലിയ ജനക്കൂട്ടമാണ്. മുമ്പ് ഈ കാളപൂട്ടിൻ്റെ ഇടമായിരുന്ന ഈ ഒരു കണ്ടത്തിലേക്ക് വലിയൊരു ജനക്കൂട്ടമാണ് അതിനുശേഷം ഒഴുകിയെത്തുന്നത്. പലപ്പോഴും ദൂരെ നിന്നുള്ള ആളുകളും ഇത് കേട്ടറിഞ്ഞെത്തുന്നവരും പ്രദേശവാസികളൊക്കെ വലിയ ആവേശത്തോടെയാണ് ഈ ഒരു
ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള ഈ ഓണപ്പൂട്ട് വണ്ടിപ്പൂട്ട് എന്ന ഈ മത്സരത്തെ കാണുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വാഹനം തിരിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇവർക്ക് മുമ്പിലുള്ളത്. അതിന് ഓരോ കാറ്റഗറിയിലും ഓരോ സമയമാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക. ചെറിയ പിഴകൾക്ക് പോലും സമയനഷ്ടം, ഫൗൾ വരും. അപ്പോൾ വളരെ കൃത്യതയോടെ വളരെ വേഗത്തിൽ പിഴവുകൾ വരുത്താതെ ഈ ഒരു മത്സരം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ ഓഫ് റോഡേഴ്സിന് മുമ്പിലും ഉള്ളത്. അതിൻ്റെ ഒരു ആവേശം, ഓണത്തിൻ്റെ ആവേശം വലിയ ഒരു ഓഫ് റോഡിൻ്റെ ആവേശമായി മാറുന്ന കാഴ്ചയാണ് പണപ്പൊയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും മലപ്പുറത്ത് ആദ്യമായിട്ടാണ് കാളപൂട്ട് കണ്ടത്തിൽ ഒരു വണ്ടിപൂട്ട് നടക്കുന്നത് എന്ന പ്രത്യേകതയാണ് പണപ്പൊയിലെ ഈ വണ്ടിപൂട്ടിന് പിന്നിലുള്ളത്. CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.